ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിന്റെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ തുടരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്നും കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുന്നുണ്ടെന്നും അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ കോമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ വായിക്കുന്ന ഒരു കഥയല്ല, മറിച്ച് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു ലോകമാണ്. മിസ്റ്റർ വീസ്ലിയും ബില്ലും ലൂപ്പിനും ഗോബ്ലിനുകളെ കുറിച്ച് തീവ്രമായ ചർച്ച നടത്തുകയായിരുന്നു. അവർ ഇതുവരെ ഒന്നും വിട്ടു പറയുന്നില്ല, ബിൽ പറഞ്ഞു. മറ്റവൻ തിരിച്ചെത്തിയെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരുടെയും പക്ഷം ചേരാതെ നിൽക്കുന്നതാവും ഒന്നിലും പെടാതെ. അവർ ഒരിക്കലും പേര് പറഞ്ഞുകൂടാത്തവന്റെ അടുത്തേക്ക് പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, മിസ്റ്റർ വീസ്ലി തലയാട്ടി പറഞ്ഞു. അവർക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നോട്ടിംഗ്ഹാമിനടുത്ത് എവിടെ അവൻ കഴിഞ്ഞ തവണ കൊലപ്പെടുത്തിയ ഗോബ്ലിൻ കുടുംബത്തെ ഓർമ്മയില്ലേ? അതവർക്ക് വാഗ്ദാനം ചെയ്യുന്നതിനെ അനുസരിച്ചിരിക്കും, ലൂപ്പിൻ പറഞ്ഞു. ഞാൻ സ്വർണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ അവർക്ക് നിഷേധിച്ചു കൊണ്ടിരുന്ന സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്താൽ അവർ പ്രലോഭിപ്പിക്കപ്പെടും. റാഗ്നോക്കും സഹകരിക്കുന്നില്ലേ ബിൽ? ഇല്ല, ഇപ്പോൾ അയാൾക്ക് മാന്ത്രികതയോട് വലിയ വിരോധമാണുള്ളത്, ബിൽ പറഞ്ഞു. ബാഗ്മാൻ ബിസിനസിനോടുള്ള ദേഷ്യം അയാൾക്ക് ഇപ്പോഴും പോയിട്ടില്ല. മിനിസ്ട്രി ഒരു മറച്ചുവെക്കൽ നടത്തിയതായാണ് അയാൾ കരുതുന്നത്. ആ ഗോബ്ലിനുകൾക്ക് അവരുടെ സ്വർണം ഇതുവരെ കിട്ടിയിട്ടില്ല, അറിയാമോ? മേശയുടെ നടുവിൽ നിന്ന് ഒരു ചിരി ബില്ലിന്റെ ബാക്കി വാക്കുകൾ കേൾക്കാതെയാക്കി. ഫ്രെഡ്, ജോർജ്, റോൺ, മുണ്ടങ്കസ് എന്നിവർ അവരുടെ സീറ്റുകളിൽ ചിരിച്ചു മറിയുകയായിരുന്നു. മുണ്ടങ്കസ് അവരോട് തന്റെ ബിസിനസ് സമയത്ത് നടന്ന തമാശകൾ പറയുകയായിരുന്നു. നിങ്ങളുടെ ബിസിനസ് ഇടപാടുകളെ കുറിച്ചുള്ള തമാശകൾ ഒന്ന് നിർത്താമോ മുണ്ടങ്കസ്? മിസസ് വീസ്ലി രൂക്ഷമായി പറഞ്ഞു. റോൺ മേശയിലേക്ക് ചാഞ്ഞുകൊണ്ട് ചിരിച്ചു. ക്ഷമിക്കണം മോളി, മുണ്ടങ്കസ് പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഹാരിയെ നോക്കി കണ്ണിറുക്കി തന്റെ തമാശ പറച്ചിൽ വീണ്ടും തുടർന്നു. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? മിസസ് വീസ്ലി ശാന്തമായി ചോദിച്ചു. ഫ്രെഡും ജോർജും ബട്ടർ ബിയറിന്റെ പാത്രങ്ങളിൽ മുഖം പൂഴ്ത്തി. മിസസ് വീസ്ലി എന്തുകൊണ്ടോ സിറിയസിനെ രൂക്ഷമായി ഒന്ന് നോക്കി എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ കഷ്ണം റുബാബ് ക്രംബിൾ പുഡിംഗ് എടുത്തു. ഹാരി തന്റെ ഗോഡ്ഫാദറിനെ തിരിഞ്ഞു നോക്കി. മോളിക്ക് മുണ്ടങ്കസിന് ഇഷ്ടമല്ല, സിറിയസ് അടക്കി പിടിച്ച സ്വരത്തിൽ പറഞ്ഞു. ഇയാൾ എങ്ങനെയാണ് ഓർഡറിൽ ആയത്? ഹാരി വളരെ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അവനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, സിറിയസ് മന്ത്രിച്ചു. എല്ലാ തട്ടിപ്പുകാരെയും അറിയാം, അവനും തട്ടിപ്പ് തന്നെ. പക്ഷെ ഒരിക്കൽ ഒരു പ്രതിസന്ധിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ ഡംബിൾഡോറിനോട് അവൻ വളരെ വിശ്വസ്തനാണ്. മുണ്ടങ്കസിനെ പോലുള്ള ഒരാൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ അവൻ കേൾക്കും. പക്ഷെ അത്താഴത്തിന് അവനെ ക്ഷണിക്കുന്നത് അതിരു കടന്നതാണെന്നാണ് മോളി പറയുന്നത്. നിന്നെ നോക്കാൻ ഏൽപ്പിച്ച സമയത്ത് ഡ്യൂട്ടി വിട്ടതിന് അവൾക്ക് ഇപ്പോഴും അവനോട് ദേഷ്യമാണ്. 3 തവണ റുബാബ് ക്രംബിളും കസ്റ്റേർഡും കഴിച്ചപ്പോൾ ഹാരിക്ക് തന്റെ ജീൻസ് ഇറുകിയതായി തോന്നി. അതൊരു കാലത്ത് ഡെഡ്ലിയുടെ ജീൻസ് ആയിരുന്നു. അവൻ സ്പൂൺ താഴെ വെച്ചപ്പോൾ മറ്റുള്ളവർ സംഭാഷണം പതിയെ നിർത്തി. മിസ്റ്റർ വീസ്ലി തന്റെ കസേരയിൽ ചാരി വിശ്രമിക്കുന്നതായി കാണാം. ടോംസ് കോട്ടുവായിടുകയായിരുന്നു. അവളുടെ മൂക്ക് ഇപ്പോൾ സാധാരണ നിലയിലായി. ക്രൂക്ഷാങ്സിനെ ഡ്രസ്സറിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ജിനി തറയിലിരുന്ന് അവന് കളിക്കാൻ ബട്ടർ ബിയർ കോർക്കുകൾ ഉരുട്ടുകയായിരുന്നു. ഉറങ്ങാൻ സമയമായെന്ന് തോന്നുന്നു, മിസസ് വീസ്ലി ഒരു കോട്ടുവായിട്ട് പറഞ്ഞു. ആയിട്ടില്ല മോളി, സിറിയസ് തന്റെ ഒഴിഞ്ഞ പ്ലേറ്റ് തള്ളി മാറ്റി ഹാരിയെ നോക്കാൻ തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. അത്ഭുതമാണ് നിന്റെ കാര്യം ഹാരി. ഞാൻ കരുതി വന്ന ഉടനെ നീ വോൾഡമോർട്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമെന്ന്. ഡിമന്റേഴ്സിന്റെ വരവിനു മുൻപ് അന്തരീക്ഷമാകെ മാറിയതുപോലെ ആ മുറിയിലെ എല്ലാവരുടെയും ഉറക്കച്ചടവ് പെട്ടെന്ന് മാറി. ഇപ്പോൾ അത് ഉണർന്നിരുന്നു, പിരിമുറുക്കത്തിലായിരുന്നു. വോൾഡമോർട്ടിന്റെ പേര് പരാമർശിച്ചപ്പോൾ മേശയ്ക്ക് ചുറ്റും ഒരു വിറയൽ അനുഭവപ്പെട്ടു. വൈൻ കുടിക്കാൻ ഒരുങ്ങിയ ലൂപ്പിൻ
ശ്രദ്ധയോടെ തന്റെ കുടം പതുക്കെ താഴ്ത്തി. ഞാൻ ചോദിച്ചല്ലോ, ഹാരി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ റോണിനോടും ഹെർമിയോണിയോടും ചോദിച്ചു. പക്ഷേ അവർക്ക് ഓർഡറിൽ പ്രവേശനമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ പറഞ്ഞത് വളരെ ശരിയാണ്, മിസസ് വീസ്ലി പെട്ടെന്ന് പറഞ്ഞു. നീ വളരെ ചെറുപ്പമാണ്. അവൾ കസേരയിൽ നിവർന്നിരിക്കുകയായിരുന്നു. അവളുടെ മുഷ്ടികൾ ചുരുട്ടി മുറുകെ പിടിച്ചിരുന്നു. മയക്കത്തിന്റെ ഒരു ലക്ഷണവും ഇപ്പോൾ അവൾക്ക് ഇല്ലായിരുന്നു. ഓർഡർ ഓഫ് ദി ഫീനിക്സിൽ ആയാൽ മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ? സിറിയസ് ചോദിച്ചു. ഹാരി 1 മാസമായി ആ മകൾ വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവന് അവകാശമുണ്ട്. നിർത്ത്, ജോർജ് ഉറക്കെ ഇടപെട്ടു. ഹാരിക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത്? ഫ്രെഡ് ദേഷ്യത്തോടെ ചോദിച്ചു. 1 മാസമായി ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. പക്ഷെ നിങ്ങൾ ഞങ്ങളോട് ഒരു മണ്ണാങ്കട്ടയും പറഞ്ഞിട്ടില്ല, ജോർജ് പറഞ്ഞു. നീ വളരെ ചെറുപ്പമാണ്, നീ ഓർഡറിൽ ഇല്ല. ഫ്രെഡ് തന്റെ അമ്മയുടേതുപോലെ അസാധാരണമായി തോന്നിക്കുന്ന ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് വയസ്സായിട്ടില്ലെങ്കിൽ ഹാരിക്കും വയസ്സായിട്ടില്ല. ഓർഡർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാത്തത് എന്റെ തെറ്റല്ല, സിറിയസ് ശാന്തമായി പറഞ്ഞു. അത് നിങ്ങളുടെ മാതാപിതാക്കളുടെ തീരുമാനമാണ്. എന്നാൽ ഹാരിക്ക് എന്താണ് നല്ലതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, മിസസ് വീസ്ലി രൂക്ഷമായി പറഞ്ഞു. അവളുടെ മുഖത്ത് സ്ഥിരമായുള്ള ദയാഭാവം ക്രോധമായി മാറിയിരുന്നു. ഡംബിൾഡോർ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഏത്? സിറിയസ് മാന്യമായി ചോദിച്ചു, പക്ഷെ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഭാവത്തോടെ. ഹാരിക്ക് അറിയേണ്ടതിലധികം പറയരുത് എന്ന് പറഞ്ഞത്. ആദ്യത്തെ 3 വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകി മിസസ് വീസ്ലി പറഞ്ഞു. റോൺ, ഹെർമിയോണി, ഫ്രെഡ്, ജോർജ് എന്നിവരുടെ തലകൾ സിറിയസിൽ നിന്ന് മിസസ് വീസ്ലിയിലേക്ക് ഒരു ടെന്നീസ് ബോളിനെ പിന്തുടരുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. ബട്ടർ ബിയർ കോക്കുകളുടെ കൂമ്പാരത്തിനിടയിൽ ജിനി മുട്ടുകുത്തി വായ ചെറുതായി തുറന്ന് സംഭാഷണം വീക്ഷിച്ചു. ലൂപ്പിന്റെ കണ്ണുകൾ സിറിയസിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. അവൻ അറിയേണ്ടതിലും കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല മോളി, സിറിയസ് പറഞ്ഞു. പക്ഷേ വോൾഡിമോർട്ട് തിരിച്ചു വരുന്നത് കണ്ടത് അവനായതിനാൽ മറ്റാരെക്കാളും അതറിയാൻ അവന് കൂടുതൽ അവകാശമുണ്ട്. ഹാരി ഓർഡർ ഓഫ് ദ ഫീനിക്സിൽ അംഗമല്ല, മിസസ് വീസ്ലി പറഞ്ഞു. അവന് 15 വയസ്സ് മാത്രമേ ഉള്ളൂ. അതെയോ? ഓർഡറിലെ മറ്റുള്ളവരെ പോലെ തന്നെ അവൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലരെക്കാൾ കൂടുതലായെങ്കിലേ ഉള്ളൂ അത്, സിറിയസ് കൂട്ടിച്ചേർത്തു. അവൻ ചെയ്തതിനെ ആരും നിഷേധിക്കുന്നില്ല, മിസസ് വീസ്ലി ശബ്ദം ഉയർത്തി പറഞ്ഞു. കസേരയുടെ കൈപ്പിടിയിൽ അവളുടെ കൈകൾ വിറച്ചു. പക്ഷെ അവനൊരു കുട്ടിയല്ല, സിറിയസ് അക്ഷമയോടെ പറഞ്ഞു. അവൻ ഒരു മുതിർന്ന ആളുമല്ല. മിസസ് വീസ്ലിയും വിട്ടുകൊടുത്തില്ല. അവളുടെ കവിളുകളുടെ നിറം മാറി. അവൻ ജെയിംസ് അല്ല സിറിയസ്. അവൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം മോളി, സിറിയസ് മയത്തോടെ പറഞ്ഞു. അതെനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നീ അവനെക്കുറിച്ച് സംസാരിക്കുന്ന രീതി നിനക്ക് നിന്റെ ഉറ്റ സുഹൃത്തിനെ തിരികെ ലഭിച്ചതുപോലെയാണ്, മിസസ് വീസ്ലി പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? ഹാരി ചോദിച്ചു. എന്താണ് തെറ്റെന്നോ? ഹാരി, നീ എത്ര തന്നെ ജെയിംസിനെ പോലെയാണെങ്കിലും നീ നിന്റെ അച്ഛനല്ല, അച്ഛനാവില്ല, മിസസ് വീസ്ലി പറഞ്ഞു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും സിറിയസിലേക്ക് തന്നെയായിരുന്നു. നീ ഇപ്പോഴും സ്കൂളിലാണ്. നിനക്ക് ഉത്തരവാദിത്തമുള്ള മുതിർന്നവർ ഉണ്ട്, അത് നീ മറക്കരുത്. അതിനർത്ഥം ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്ത ഗോഡ് ഫാദർ ആണെന്നാണോ? സിറിയസ് ചോദിച്ചു. അയാളുടെ ശബ്ദം ഉയർന്നിരുന്നു. സിറിയസ്, നീ ചിന്തിക്കാതെ പെരുമാറുന്നവനാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഡംബിൾഡോർ വീട്ടിൽ തന്നെ നിന്നോട് ഇരിക്കാൻ പറയുന്നത്. ദയവായി ഡംബിൾഡോറിൽ നിന്ന് എനിക്കുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ പരാമർശിക്കരുത്. ആർത്തർ, മിസസ് വീസ്ലി ഭർത്താവിനെ വിളിച്ചു. ആർത്തർ, നിങ്ങളിത് കേൾക്കുന്നില്ലേ? മിസ്റ്റർ വീസ്ലി ഒന്നും സംസാരിച്ചില്ല. ഭാര്യയെ നോക്കാതെ കണ്ണട ഊരിമാറ്റി വസ്ത്രങ്ങളിൽ തുടച്ച് ശ്രദ്ധാപൂർവം തിരികെ വെച്ചതിന് ശേഷം അദ്ദേഹം മറുപടി നൽകി. മോളി, സാഹചര്യം മാറിയെന്ന് ഡംബിൾഡോറിന് അറിയാം. ഹാരി ഇപ്പോൾ ആസ്ഥാനത്ത് താമസിക്കുന്നതിനാൽ ഒരു പരിധിവരെ അവനെ കാര്യങ്ങളിൽ ഉൾക്കൊള്ളിക്കേണ്ടി വരുമെന്ന് അദ്ദേഹവും അംഗീകരിക്കുന്നു. അതെ, പക്ഷെ അതിനും അവന് ഇഷ്ടമുള്ളത്
ചോദിക്കാൻ ക്ഷണിക്കുന്നതിനും ഇടയിൽ വ്യത്യാസമുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ. ഒടുവിൽ സിറിയസിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് ലൂപ്പിൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മിസസ് വീസ്ലി ലൂപ്പിന്റെ നേരെ തിരിഞ്ഞു. ഒടുവിൽ അവൾക്ക് ഒരു സഖ്യകക്ഷിയെ ലഭിക്കാൻ പോകുകയാണെന്ന് പ്രതീക്ഷിച്ചു. ഹാരിക്ക് വസ്തുതകൾ ലഭിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. എല്ലാ കാര്യങ്ങളുമല്ല മോളി, പക്ഷെ പൊതുവായ ഒരു ചിത്രം. മറ്റുള്ളവരിൽ നിന്ന് തെറ്റായ വാർത്തകൾ കേൾക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? അദ്ദേഹത്തിന്റെ ഭാവം സൗമ്യമായിരുന്നു. മിസസ് വീസ്ലിയുടെ ഈ കടും പിടുത്തം ചില എക്സ്റ്റെൻഡബിൾ ഇയറുകൾ അതിജീവിച്ചിട്ടുണ്ടെന്ന് ലൂപ്പിന് അറിയാമായിരുന്നു എന്ന് ഹാരിക്ക് തോന്നി. മിസസ് വീസ്ലി ദീർഘമായി നിശ്വസിച്ചു. മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ആരും തന്നെ പിന്തുണയ്ക്കാത്തതോർത്തുകൊണ്ട് അവർ പറഞ്ഞു, ശരി, എന്നെ ആരും അനുസരിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറയാം. ഹാരി കൂടുതൽ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നതിനും ഹാരിയുടെ ഏറ്റവും നല്ല താല്പര്യങ്ങൾ അറിയുന്ന ഒരാളെ പോലെ സംസാരിക്കുന്നതിനും ഡംബിൾഡോറിന് തീർച്ചയായും കാരണങ്ങൾ ഉണ്ടാകും. അവൻ നിങ്ങളുടെ മകനല്ല, സിറിയസ് വ്യക്തമായി പറഞ്ഞു. അവൻ അതുപോലെ തന്നെയാണ്, മിസസ് വീസ്ലി കഠിനമായി തിരിച്ചടിച്ചു. അവന് വേറെ ആരുണ്ട്? അവന് ഞാനുണ്ട്. അതെ, മിസസ് വീസ്ലി ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അസ്കബാനിൽ തടവിലായിരിക്കുമ്പോൾ അവനെ പരിപാലിക്കുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? സിറിയസ് തന്റെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. മോളി, ഇവിടെ ഹാരിയെ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളല്ല, ലൂപ്പിൻ രൂക്ഷമായി പറഞ്ഞു. സിറിയസ്, ഇരിക്കൂ. മിസസ് വീസ്ലിയുടെ കീഴ്ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സിറിയസ് പതുക്കെ കസേരയിലേക്ക് ചാഞ്ഞു. മുഖം വെളുത്തു. ഹാരിക്ക് ഇതിൽ ഒരു അഭിപ്രായം പറയാൻ അനുവാദം നൽകണമെന്ന് ഞാൻ കരുതുന്നു, ലൂപ്പിൻ തുടർന്നു. അവൻ സ്വയം തീരുമാനിക്കാനുള്ള പ്രായമൊക്കെ ആയി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം, ഹാരി ഉടനെ പറഞ്ഞു. അവൻ മിസസ് വീസ്ലിയെ നോക്കിയില്ല. ഒരു മകനെ പോലെയാണെന്ന് അവൾ പറഞ്ഞത് അവനെ വല്ലാതെ സ്പർശിച്ചിരുന്നു. പക്ഷെ അവളുടെ ചട്ടങ്ങളിൽ അവന് അക്ഷമ തോന്നി. സിറിയസ് പറഞ്ഞത് ശരിയാണ്, അവൻ ഒരു കുട്ടിയല്ല. നന്നായി, മിസസ് വീസ്ലി അവളുടെ ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു. ജിനി, റോൺ, ഹെർമിയോനി, ഫ്രെഡ്, ജോർജ്, ഇപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം. പെട്ടെന്ന് ഒരു ബഹളമുണ്ടായി. ഞങ്ങൾക്ക് പ്രായമായി, ഫ്രെഡും ജോർജും ഒരുമിച്ച് എതിർത്തു. ഹാരിയെ അനുവദിച്ചാൽ എനിക്കെന്തുകൊണ്ട് പറ്റില്ല? റോൺ വിളിച്ചു ചോദിച്ചു. അമ്മേ, എനിക്കും അറിയണം എന്ന് ജിനി കരഞ്ഞു. വേണ്ട എന്ന് മിസസ് വീസ്ലി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ കണ്ണുകൾ അതിശക്തമായി പ്രകാശിച്ചു. ഞാൻ സമ്മതിക്കില്ല. മോളി, ഫ്രെഡിനെയും ജോർജിനെയും നിനക്ക് തടയാൻ കഴിയില്ല, മിസ്റ്റർ വീസ്ലി ക്ഷീണിതനായി പറഞ്ഞു. അവർക്ക് പ്രായമായി, അവർ ഇപ്പോഴും സ്കൂളിലാണ്. പക്ഷേ അവർ ഇപ്പോൾ നിയമപരമായി മുതിർന്നവരാണ്, മിസ്റ്റർ വീസ്ലി അതേ ക്ഷീണിത ശബ്ദത്തിൽ പറഞ്ഞു. മിസസ് വീസ്ലിയുടെ മുഖത്ത് ഇപ്പോൾ ചുവപ്പ് നിറമായിരുന്നു. ഓ ശരി, ഫ്രെഡിനും ജോർജിനും ഇവിടെ തന്നെ തുടരാം. പക്ഷെ റോൺ, ഹാരി എന്തായാലും എന്നോടും ഹെർമിയോണിയോടും എല്ലാം പറയും, റോൺ ആവേശത്തോടെ പറഞ്ഞു. ഇല്ലേ? ഹാരിയുടെ കണ്ണുകളിലേക്ക് നോക്കി അനിശ്ചിതത്വത്തോടെ അവൻ കൂട്ടിച്ചേർത്തു. ഒരു നിമിഷം റോണിനോട് ഒരു വാക്ക് പോലും പറയരുതെന്നും ഒരു വിവരവും അറിയിക്കാതെ ഇരുന്നാൽ റോൺ അത് എങ്ങനെ സഹിക്കുമെന്നും അറിയണമെന്ന് അവന് തോന്നി. പക്ഷേ അവർ പരസ്പരം നോക്കിയപ്പോൾ ആ മോശം പ്രേരണ ഇല്ലാതായി. തീർച്ചയായും ഞാൻ പറയും, ഹാരി പറഞ്ഞു. റോണും ഹെർമിയോണിയും ഇത് കേട്ട് സന്തോഷിച്ചു. ശരി, മിസസ് വീസ്ലി പറഞ്ഞു. ജിനി, കിടക്കാം. പടികൾ കയറുന്നതുവരെ ജിനി അമ്മയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. അവർ ഹാളിലെത്തിയപ്പോൾ മിസിസ് ബ്ലാക്കിന്റെ കാതടപ്പിക്കുന്ന നിലവിളികൾ കൂടിക്കൂടി വന്നു. ശാന്തത പുനഃസ്ഥാപിക്കാൻ ലൂപ്പിൻ വേഗം ചിത്രത്തിനടുത്തേക്ക് പോയി. അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷമാണ് അത് തുടർന്നത്. അടുക്കളവാതിൽ അടച്ച് വീണ്ടും മേശപ്പുറത്തിരുന്നു. സിറിയസ് സംസാരിച്ചു തുടങ്ങി. ശരി ഹാരി, നിനക്ക് എന്താണ് അറിയേണ്ടത്? ചോദിക്കൂ. ഹാരി ഒരു ദീർഘനിശ്വാസം എടുത്ത്
കഴിഞ്ഞ ഒരു മാസമായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ ചോദ്യം ചോദിച്ചു. വോൾഡമോർട്ട് എവിടെയാണ്? അവൻ എന്താണ് ചെയ്യുന്നത്? ആ പേര് കേൾക്കുമ്പോൾ വീണ്ടും മേശയ്ക്ക് ചുറ്റും ഉണ്ടായ വിറയലും നോട്ടങ്ങളും അവഗണിച്ചുകൊണ്ട് അവൻ തുടർന്നു. മകൾ വാർത്തകൾ ഞാൻ കാണാറുണ്ടായിരുന്നു. അയാളുടേതെന്ന് തോന്നുന്ന ഒരു വാർത്തകളും ഉണ്ടായിരുന്നില്ല. രസകരമായ മരണങ്ങളോ മറ്റോ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം ഇതുവരെ രസകരമായ മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, സിറിയസ് പറഞ്ഞു. നമുക്കറിയാവുന്നിടത്തോളം. സത്യത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. അതായത് അവൻ ചിന്തിക്കുന്നതിലും അപ്പുറം നമുക്കറിയാം, ലൂപിൻ കൂട്ടിച്ചേർത്തു. അവൻ ആളുകളെ കൊല്ലുന്നത് നിർത്തിയെന്നോ? ഹാരി ചോദിച്ചു. കഴിഞ്ഞ വർഷം മാത്രം വോൾഡമോർട്ട് ഒന്നിലധികം തവണ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. കാരണം അയാൾക്ക് തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ താല്പര്യമില്ല. അത് അയാൾക്ക് അപകടകരമാണ്. അയാളുടെ തിരിച്ചുവരവ് അയാൾ ആഗ്രഹിച്ച രീതിയിലായിരുന്നില്ല. എല്ലാം കുഴപ്പമായിരുന്നു, സിറിയസ് പറഞ്ഞു. അല്ലെങ്കിൽ നീ അതൊക്കെയും കുഴപ്പത്തിലാക്കി. ലൂപിൻ സംതൃപ്തിയോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു. എങ്ങനെ? ഹാരി ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. നീ അതിജീവിക്കാൻ പാടില്ലായിരുന്നു, സിറിയസ് പറഞ്ഞു. അവന്റെ ഡെത്ത് ഈറ്റേഴ്സ് ഒഴികെ മറ്റാരും അവന്റെ തിരിച്ചുവരവ് അറിഞ്ഞുകൂടാത്തതായിരുന്നു. പക്ഷേ സാക്ഷ്യം പറയാൻ നീ അതിജീവിച്ചു. അവന്റെ തിരിച്ചുവരവ് ഏറ്റവും അവസാനം അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഡംബിൾഡോർ ആയിരുന്നു, ലൂപിൻ പറഞ്ഞു. എന്നാൽ നീ അത് ഉടൻ തന്നെ ഡംബിൾഡോറിനെ അറിയിച്ചു. അതുകൊണ്ട്? ഹാരി ചോദിച്ചു. നിനക്ക് മനസ്സിലാവുന്നില്ലേ ഹാരി? ബിൽ അവിശ്വസനീയമായി പറഞ്ഞു. അയാൾ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിരുന്ന ഒരേ ഒരു വ്യക്തി ഡംബിൾഡോർ മാത്രമായിരുന്നു. നിന്നോടതിന് നന്ദിയുണ്ട്. വോൾഡമോർട്ട് തിരിച്ചെത്തിയതിന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഡംബിൾഡോറിന് ഓർഡർ ഓഫ് ദ ഫിനിക്സ് ഓർമ്മിക്കാൻ കഴിഞ്ഞു, സിറിയസ് പറഞ്ഞു. അപ്പോൾ ഈ ഓർഡർ എന്താണ് ചെയ്യുന്നത്? ഹാരി അവരെയെല്ലാം നോക്കി ചോദിച്ചു. വോൾഡമോർട്ടിന് തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു, സിറിയസ് പറഞ്ഞു. അതിന് അവന്റെ പദ്ധതികൾ എന്താണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ഹാരി പെട്ടെന്ന് ചോദിച്ചു. ഡംബിൾഡോറിന് ഒരു സമർത്ഥമായ ആശയമുണ്ട്, ലൂപിൻ പറഞ്ഞു. ഡംബിൾഡോറിന്റെ സമർത്ഥമായ ആശയങ്ങൾ സാധാരണയായി കൃത്യവുമായിരിക്കും. അപ്പോൾ ഡംബിൾഡോർ എന്താണ് ആസൂത്രണം ചെയ്യുന്നത്? ഹാരി, ഒന്നാമതായി മറ്റവൻ വീണ്ടും തന്റെ സൈന്യത്തെ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു, സിറിയസ് പറഞ്ഞു തുടങ്ങി. സിറിയസ് തുടർന്നു. പഴയ കാലത്ത് അവന്റെ കൽപ്പന കേൾക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവൻ ഭീഷണിപ്പെടുത്തിയതോ മന്ത്രവാദം ചെയ്തതോ ആയ മന്ത്രവാദികളും മാന്ത്രികന്മാരും, അവന്റെ വിശ്വസ്തരായ ഡെത്ത് ഈറ്റേഴ്സ്, വൈവിധ്യമാർന്ന ഇരുണ്ട ജീവികൾ. അവൻ ജെൻസിനെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിടുന്നത് അന്ന് നീ കേട്ടിട്ടില്ലേ? അവർ അവൻ പിന്തുടരുന്ന ഗ്രൂപ്പുകളിൽ ഒന്നു മാത്രമാണ്. 1 ഡസൻ ഡെത്ത് ഈറ്റേഴ്സിനെ മാത്രം വെച്ച് മിനിസ്ട്രി ഓഫ് മാജിക്കിനെ കൈയടക്കാൻ അവൻ തീർച്ചയായും ശ്രമിക്കില്ല. അപ്പോൾ നിങ്ങൾ അവന് കൂടുതൽ അനുയായികളെ ലഭിക്കുന്നത് തടയാൻ ശ്രമിക്കുകയാണോ? ഹാരി ചോദിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ചെയ്യുന്നു, ലൂപിൻ പറഞ്ഞു. എങ്ങനെ? അതായത് പ്രധാന കാര്യം യൂനോഹു യഥാർത്ഥത്തിൽ തിരിച്ചെത്തിയെന്നും അവൻ ആളുകളെ അവന്റെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കഴിയുന്നത്ര ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതാണ്, ബിൽ പറഞ്ഞു. എന്നിരുന്നാലും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? മന്ത്രാലയത്തിന്റെ മനോഭാവം കാരണം, ടോങ്സ് പറഞ്ഞു. ആ പേര് പറഞ്ഞുകൂടാത്തവൻ തിരിച്ചെത്തിയതിനു ശേഷം ഞങ്ങൾ കൊർണീലിയസ് ഫഡ്ജിനെ കണ്ടു ഹാരി. അദ്ദേഹം തന്റെ നിലപാട് ഇതുവരെ മാറ്റിയിട്ടില്ല. തിരിച്ചുവരവ് സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ അദ്ദേഹം പൂർണ്ണമായും വിസമ്മതിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട്? ഹാരി നിരാശയോടെ ചോദിച്ചു. ഇത്ര മണ്ടനാണോ അദ്ദേഹം? ആ സ്ഥാനത്ത് ഡംബിൾഡോർ ആയിരുന്നെങ്കിൽ. ആഹാ, നീ കാര്യത്തിൽ എത്തിയിരിക്കുന്നു ഹാരി, മിസ്റ്റർ വീസ്ലി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഡംബിൾഡോർ, ഫഡ്ജ് അദ്ദേഹത്തെ ഭയപ്പെടുന്നു. നിനക്ക് മനസ്സിലായോ? ടോങ്സ് ചോദിച്ചു. ഡംബിൾഡോറിനെ ഭയപ്പെടുന്നെന്നോ? ഹാരിക്ക് അവിശ്വസനീയമായി തോന്നി.
അദ്ദേഹം ഫഡ്ജിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് ഫഡ്ജ് കരുതുന്നു. ഡംബിൾഡോർ മിനിസ്റ്റർ ഓഫ് മാജിക് ആകാൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതുന്നു. പക്ഷെ ഡംബിൾഡോറിനത് വേണ്ടല്ലോ. തീർച്ചയായും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, മിസ്റ്റർ വീസ്ലി പറഞ്ഞു. മില്ലിസെന്റ് ബാഗ്നോൾഡ് വിരമിച്ചപ്പോൾ പലരും അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും അത് ആഗ്രഹിച്ചിരുന്നില്ല. പകരം ഫഡ്ജ് അധികാരത്തിലെത്തി. പക്ഷേ ഡംബിൾഡോറിന് എത്രമാത്രം ജനകീയ പിന്തുണയുണ്ടായിരുന്നുവെന്ന് ഫഡ്ജ് ഇന്ന് വരെ മറന്നിട്ടില്ല. ഡംബിൾഡോർ ഒരിക്കൽ പോലും ആ ജോലിക്ക് അപേക്ഷിച്ചിട്ട് പോലുമില്ല. ചിന്തിച്ചു നോക്കൂ, ഡംബിൾഡോർ തന്നെക്കാൾ വളരെ മിടുക്കനാണെന്നും വളരെ ശക്തനായ ഒരു മാന്ത്രികനാണെന്നും തന്റെ മന്ത്രാലയത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം ഡംബിൾഡോറിനോട് സഹായവും ഉപദേശവും ചോദിച്ചിരുന്നുവെന്നും ഫഡ്ജിന് അറിയാം, ലൂപ്പിൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അധികാരത്തോട് പ്രിയമുള്ളവനും കൂടുതൽ ആത്മവിശ്വാസമുള്ളവനുമായി മാറിയിരിക്കുന്നു. അദ്ദേഹം മിനിസ്റ്ററായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. താൻ മിടുക്കനാണെന്ന് സ്വയം വിശ്വസിച്ച് ഡംബിൾഡോർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അയാൾ. അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? ഹാരി ദേഷ്യത്തോടെ പറഞ്ഞു. ഡംബിൾഡോർ ഇതൊക്കെ സൃഷ്ടിക്കുന്നതാണെന്ന് അയാൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? അപ്പോൾ ഞാൻ ഇല്ലാത്തത് പറയുകയാണെന്ന്. വോൾഡെമോർട്ടിന്റെ തിരിച്ചുവരവ് അംഗീകരിക്കുന്നത് 14 വർഷമായി മന്ത്രാലയം നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര പ്രശ്നമാകും, സിറിയസ് കഠിനമായി പറഞ്ഞു. ഫഡ്ജിനത് നേരിടാൻ കഴിയില്ല. ഡംബിൾഡോർ തന്നെ പുറത്താക്കാൻ കള്ളം പറയുകയാണെന്ന് സ്വയം വിശ്വസിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത്. പ്രശ്നം നിനക്ക് മനസ്സിലായില്ലേ? ലൂപ്പിൻ പറഞ്ഞു. വോൾഡെമോർട്ടിൽ നിന്ന് ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് മന്ത്രാലയം പറഞ്ഞാൽ ആളുകൾക്കത് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. അവന്റെ തിരിച്ചുവരവ് മിനിസ്റ്റർ തന്നെ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, ഡംബിൾഡോറിന്റെ നുണകൾ എന്ന് അവർ വിളിക്കുന്ന ഒന്നും റിപ്പോർട്ട് ചെയ്യരുതെന്ന് മന്ത്രാലയം ഡെയിലി പ്രൊഫറ്റിന് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതിനാൽ മിക്ക മാന്ത്രിക സമൂഹത്തിനും സംഭവിച്ചതൊന്നും അറിയില്ല. ഈ അവസ്ഥയിൽ ഇംപീരിയസ് കേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡെത്ത് ഈറ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആളുകളോട് എല്ലാം പറയുകയാണ് അല്ലേ? മിസ്റ്റർ വീസ്ലി, സിറിയസ്, ബിൽ, മുണ്ടങ്കസ്, ലൂപ്പിൻ, ടോങ്സ് എന്നിവരെ നോക്കി ഹാരി ചോദിച്ചു. അവൻ തിരിച്ചെത്തിയെന്ന് നിങ്ങൾ ആളുകളെ അറിയിക്കുകയാണല്ലേ? അവരെല്ലാം നിരർത്ഥകമായി പുഞ്ചിരിച്ചു. ഹാരി, എല്ലാവരും ഞാനൊരു ഭ്രാന്തൻ കൂട്ടക്കൊലയാളിയാണെന്ന് കരുതുകയും മന്ത്രാലയം എന്റെ തലയ്ക്ക് 10,000 ഗലിയൺ വില നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എനിക്ക് തെരുവിലൂടെ നടന്ന് ലഘുലേഖകൾ വിതരണം ചെയ്യാനൊന്നും കഴിയില്ല, നിനക്കറിയാമല്ലോ, സിറിയസ് അസ്വസ്ഥനായി പറഞ്ഞു. മിക്കയിടങ്ങളിലും ഞാനത്ര പ്രശസ്തനായ ഒരു വ്യക്തിയേ അല്ല, ലൂപ്പിൻ പറഞ്ഞു. ഒരു വിയർവൂൾഫ് ആകുന്നത് തൊഴിലിന് തന്നെ അപകടകരമാണ്. ടോങ്സും ആർത്തറും വായ തുറന്നാൽ മന്ത്രാലയത്തിലെ ജോലി തന്നെ നഷ്ടപ്പെടും, സിറിയസ് പറഞ്ഞു. മന്ത്രാലയത്തിനുള്ളിൽ ചാരന്മാർ ഉണ്ടായിരിക്കേണ്ടത് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. കാരണം വോൾഡെമോർട്ടിന് അവരെ വിലക്ക് വാങ്ങാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് 2 പേരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, മിസ്റ്റർ വീസ്ലി പറഞ്ഞു. ഒന്ന് ടോങ്സ്. കഴിഞ്ഞ തവണ ഓർഡർ ഓഫ് ദ ഫീനിങ്സിൽ ഉൾപ്പെടാൻ പറ്റാത്തത്രയും ചെറുപ്പമായിരുന്നു ഇവൾ. നമ്മുടെ പക്ഷത്ത് ഓററുകൾ ഉള്ളത് ഒരു വലിയ നേട്ടമാണ്. പിന്നെ കിങ്സ്ലി ഷാക്കിൾബോൾട്ട്, അദ്ദേഹവും ഒരു യഥാർത്ഥ മുതൽക്കൂട്ടാണ്. സിറിയസിനെ വേട്ടയാടുന്നതിന്റെ ചുമതല അദ്ദേഹത്തിനാണ്. സിറിയസ് ടിബറ്റിലാണെന്ന വിവരം അദ്ദേഹം മന്ത്രാലയത്തിന് നൽകുകയായിരുന്നു. വോൾഡെമോർട്ട് തിരിച്ചെത്തിയെന്ന വാർത്ത നിങ്ങളിൽ ആരും പുറത്തുവിടുന്നില്ലെങ്കിൽ, ഹാരി തുടങ്ങി. നമ്മൾ ആരും വാർത്ത പുറത്തുവിടുന്നില്ലെന്ന് ആരാണ് പറഞ്ഞത്? സിറിയസ് ചോദിച്ചു. പിന്നെങ്ങനെയാണ് ഡംബിൾഡോർ ഇത്രയും പ്രശ്നത്തിൽ അകപ്പെട്ടതെന്നാണ് നീ കരുതുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹാരി ചോദിച്ചു. അവർ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, ലൂപ്പിൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നീ ഡെയിലി പ്രോഫിറ്റ് കണ്ടില്ലേ? ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് വിസാർഡ്സിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് പുറത്താക്കിയതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് പ്രായമാകുകയും അദ്ദേഹത്തിന്റെ ബോധം നശിക്കുകയും ചെയ്തെന്ന്. പക്ഷെ അത് ശരിയല്ല.
അദ്ദേഹത്തെ വോട്ട് ചെയ്ത് പുറത്താക്കിയത് വോൾഡിമോർട്ടിന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് ശേഷമാണ്. അവർ അദ്ദേഹത്തെ വിസംഗമോട്ടിലെ ചീഫ് വാർലോക്കിൽ നിന്ന് തരം താഴ്ത്തി, അതായത് വിസാർഡ് ഹൈക്കോടതിയിൽ വെച്ച്. അദ്ദേഹത്തിന്റെ ഓർഡർ ഓഫ് മെർലിൻ ഫസ്റ്റ് ക്ലാസ് എടുത്തു കളയുന്നതിനെ കുറിച്ചും അവർ സംസാരിച്ചു. പക്ഷെ ഡംബിൾഡോർ പറയുന്നത് അവർ എന്ത് ചെയ്താലും തനിക്ക് ചോക്ലേറ്റ് ഫ്രോഗ് കാർഡുകളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാത്തിടത്തോളം ഒരു പ്രശ്നവുമില്ലെന്നാണ്. ബിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ചിരിക്കാനുള്ള കാര്യമല്ല, മിസ്റ്റർ വീസ്ലി രൂക്ഷമായി പറഞ്ഞു. അദ്ദേഹം മന്ത്രാലയത്തെ ഇങ്ങനെ ധിക്കരിക്കുന്നത് തുടർന്നാൽ അയാൾ അസ്കബാനിൽ എത്തും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഡംബിൾഡോർ പുറത്തുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞുകൂടാത്തവൻ കാര്യങ്ങൾ നടത്തുകയുള്ളൂ. ഡംബിൾഡോർ വഴിയിൽ നിന്ന് മാറിയാൽ പിന്നീട് അവന്റെ വഴി വളരെ വ്യക്തമാണ്. പക്ഷെ വോൾഡിമോർട്ട് കൂടുതൽ ഡെത്ത് ഈറ്റർമാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അവൻ തിരിച്ചു വന്നുവെന്ന് വ്യക്തമാകില്ലേ? ഹാരി നിരാശയോടെ ചോദിച്ചു. വോൾഡിമോർട്ട് ആളുകളുടെ വീടുകളിൽ പോയി തട്ടി വിളിച്ചല്ല ഹാരി അനുയായികളെ ഉണ്ടാക്കുന്നത്, സിറിയസ് പറഞ്ഞു. അവൻ അവരെ കബളിപ്പിച്ചും ജിങ്സ് ചെയ്തും ബ്ലാക്ക്മെയിൽ ചെയ്തുമാണ് കൂടെ കൂട്ടുന്നത്. രഹസ്യമായി പ്രവർത്തിക്കുന്നതിൽ അയാൾക്ക് നല്ല പരിചയമുണ്ട്. എന്തായാലും അനുയായികളെ ശേഖരിക്കുക എന്നത് മാത്രമാണ് അവന് താല്പര്യമുള്ള ഒരേ ഒരു കാര്യം. അവന് മറ്റു പദ്ധതികളുമുണ്ട്, വളരെ നിശബ്ദമായി നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ. ഇപ്പോൾ അതിലാണ് അവന്റെ ശ്രദ്ധ. അതെന്താണ്? ഹാരി പെട്ടെന്ന് ചോദിച്ചു. സിറിയസും ലൂപ്പിനും പരസ്പരം ഏറ്റവും ക്ഷണികമായ നോട്ടങ്ങൾ കൈമാറുന്നത് താൻ കണ്ടതായി അവന് തോന്നി. സിറിയസ് ഉത്തരം നൽകി. മോഷണത്തിലൂടെ മാത്രം കിട്ടുന്ന ഒന്ന്. ഹാരി അമ്പരന്ന് നിൽക്കുമ്പോൾ സിറിയസ് പറഞ്ഞു. കഴിഞ്ഞ തവണ അവന്റെ കൈവശം ഇല്ലാതിരുന്ന ഒരു ആയുധം. എപ്പോൾ? മുമ്പ് അവന് ശക്തി ഉണ്ടായിരുന്നപ്പോഴോ? അതെ. എന്തു തരം ആയുധം? ഹാരി ചോദിച്ചു. അവാഡ കഡാവ്രയേക്കാൾ മോശമായ ഒന്ന്. ഇത്രയും മതി. വാതിലിനടുത്തുള്ള നിഴലുകളിൽ നിന്ന് മിസസ് വീസ്ലി സംസാരിച്ചു. ജിനിയെ മുകളിലേക്ക് കൊണ്ടുപോയി അവൾ തിരിച്ചെത്തിയത് ഹാരി ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചിരുന്നു. അവൾ ദേഷ്യത്തിലായിരുന്നു. എല്ലാവരും ഉടൻ ഉറങ്ങിക്കൊള്ളണം, അവൾ ഫ്രെഡ്, ജോർജ്, റോൺ, ഹെർമിയോനി എന്നിവരെ നോക്കി കൂട്ടിച്ചേർത്തു. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഭരിക്കുന്നത്? ഫ്രെഡ് തുടങ്ങി. നോക്കൂ, മിസസ് വീസ്ലി മുരണ്ടു. സിറിയസിനെ നോക്കുമ്പോൾ അവൾ ചെറുതായി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ ഹാരിക്ക് ധാരാളം വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവനെ ഉടൻ തന്നെ ഓർഡറിൽ ഉൾപ്പെടുത്താം. എന്തുകൊണ്ട് പാടില്ല? ഹാരി ചോദിച്ചു. ഞാൻ ചേരും. എനിക്ക് ചേരണം. എനിക്കും പോരാടണം. ഇല്ല. ഇത്തവണ സംസാരിച്ചത് മിസസ് വീസ്ലി അല്ല, ലൂപ്പിനാണ്. ഓർഡറിൽ പ്രായപൂർത്തിയായ മാന്ത്രികർ മാത്രമേ പാടുള്ളൂ, അദ്ദേഹം പറഞ്ഞു. സ്കൂൾ കഴിഞ്ഞ മാന്ത്രികർ. ഫ്രെഡും ജോർജും വായ തുറന്നപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് അറിയാത്ത അപകടങ്ങളുണ്ട്, നിങ്ങളിൽ ആർക്കും അറിയാത്തത്. മോളി പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു സിറിയസ്. നമ്മൾ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സിറിയസ് തോൾ കുലുക്കി, പക്ഷേ വാദിച്ചില്ല. മിസ്സിസ് വീസ്ലി തന്റെ മക്കളെയും ഹെർമിയോണിയെയും ആംഗ്യം കാണിച്ചു. അവർ ഓരോരുത്തരായി എഴുന്നേറ്റു. തോൽവി തിരിച്ചറിഞ്ഞ ഹാരിയും അതേ പാത പിന്തുടർന്നു. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് സിറിയസിന്റെ ഫാമിലിയെ കുറിച്ച് കൂടുതൽ അറിയാം. വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അപ്പോൾ 5ാമത്തെ ചാപ്റ്റർ ഓർഡർ ഓഫ് ദ ഫിനിക്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.